ഹായ് കൂട്ടുകാരെ, ഇത് കോഴിക്കോടുള്ള കുറ്റിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കുറ്റിച്ചിറ മസ്ജിദാട്ടോ. അത് നമ്മൾ ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം ഈ പള്ളീൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഈ ചിറയുള്ളതും. കാണിച്ചിറ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് കുറച്ച് ക്ലിയർ കുറവൊക്കെ ഉണ്ടാകും. ഇതാണ് ആ ചിറ. ഈ ചിറ കഴിഞ്ഞ ദിവസം ന്യൂസിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, ഒരാൾ വെള്ളത്തിൽ പോയതായി തോന്നുന്നൊക്കെ. അപ്പം കോഴിക്കോടുള്ളൊരു ഫേമസായുള്ള ഒരു ഭാഗമാണ് ഈ കുറ്റിച്ചിറ എന്ന് പറഞ്ഞത്. കുറ്റിച്ചിറ ബിരിയാണിയൊക്കെ കേട്ടവരുണ്ടാവും. നല്ല അടിപൊളി ബിരിയാണിയാണ്. ഇതിൻ്റെ സൈഡുകളിൽ കൂടിയൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ഹോട്ടലും അങ്ങനെ ജ്യൂസ് അങ്ങനെ പലതും കിട്ടുന്ന ഒരുപാട് കടകളുണ്ട്. അപ്പം ഞങ്ങളവിടെ കൂട്ടിക്കൊണ്ടുവന്നത് ഇവിടെ നല്ല ജ്യൂസ് കിട്ടുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനിയൻ അവർ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നതാണ്. നമുക്കൊന്ന് കണ്ടാലോ? ഇതാണ് ഈ ഒരു കടയിൽ 365 ദിവസം ഈ ബട്ടർ ഉണ്ടാവും കേട്ടോ. ഇപ്പം കുറച്ച് മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ ഒരു തിരക്ക് കുറവ്, പക്ഷെ നല്ല തിരക്കുള്ള കടയാണ്. പിന്നെ സ്പെഷ്യലായിട്ട് എന്താ പറയുക, ബട്ടർ വിത്ത് മാംഗോ, അങ്ങനെ ബട്ടറാണ് ഇവിടുത്തെ മെയിൻ ഇത്. എന്താ ഞെക്കരുത്, നോട്ട് ഫോർ സെയിൽ എന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ജ്യൂസാണ് കൊടുക്കുന്നത്. അപ്പം ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ കുറച്ച് കാണുന്ന ഒരു കുറച്ച് ഐറ്റം ജ്യൂസുകളേ ഉള്ളൂ. അപ്പോൾ അത് അനിയന് മുന്തിരി മതി പറഞ്ഞ് അങ്ങനെ അവനതാണ് ഉണ്ടല്ലേ. ഇതിവിടെ ജ്യൂസായിട്ടേ കൊടുക്കുന്നുള്ളൂ, അല്ലാതെല്ലാം സെയിലില്ല. അവന് ഷുഗറൊക്കെ ഉണ്ട്, എന്നാലും ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട്. ഞങ്ങൾ സ്കേറ്റിംഗ് ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ചും കൂടി മുമ്പോട്ട് വന്നാൽ അപ്പോൾ അതിനോട് ചേർന്നൊരു ബേക്കറി ഉണ്ട് കേട്ടോ. അവിടെ ഒരു സാധനം ഞാൻ കാണിച്ചിട്ട് കണ്ടോ, ഈ സ്പഞ്ച് കഴിച്ചവരൊക്കെ ഉണ്ടോ? ഒരു കാലത്ത് ഇതൊക്കെ നല്ല ഫേമസ് ആയിരുന്നു. ഇപ്പം പല ബേക്കറികളിലും ഇത് കാണാനില്ല, എന്താണെന്നറിയില്ല. ഞങ്ങളെവിടെയൊന്നും തിരുവമ്പാടിയൊന്നും ഇല്ല കേട്ടോ. ഇത് ചതുരത്തിലുണ്ടായിരുന്നു. ഇത് കുറച്ച് അതിൻ്റെ മുകളിലൊരു ഡെക്കറേഷൻ കൂടി ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നല്ല മഴയും പെയ്യുന്നുണ്ട്. ഞങ്ങൾ ആ ബേക്കറീൻ്റെ സൈഡിൽ കയറി നിൽക്കുകയാണ്. അങ്ങനെ ഇനി ഇതാ ഞങ്ങൾ കുറച്ച് മഴയാണെങ്കിലും സ്ഥലം കൊണ്ടും കൊണ്ട് തന്നെ വണ്ടീൻ്റെ അടുത്ത് വന്ന് തിരിച്ച് വണ്ടി കയറാനായപ്പോഴത്തേക്ക് ഇതാ ഈ മസ്ജിദിൻ്റെ കളറ്, ലൈറ്റിൻ്റെ കളറൊക്കെ മാറി കേട്ടോ. നല്ല അടിപൊളിയില്ലേ? അപ്പം പിന്നെ അനിയത്തിൻ്റെ മോന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കേക്കൊക്കെ, മോളെ ബർത്ത്ഡേ ആയിരുന്നല്ലോ, അത് കേക്ക് മുറിച്ചത് കണ്ടിട്ട് അവന് കേക്ക് മുറിക്കണം വാങ്ങണം എന്നൊക്കെ പറഞ്ഞതാ ഇവിടെയും കൂടി ഞങ്ങൾ വന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് അത് കഴിച്ച് പുറത്തിറങ്ങിട്ടോ. റോഡിൻ്റെ അക്കരെ ഇതാ ഇതുപോലെ ബീച്ചാണ്. ബീച്ചൊക്കെ അത് അങ്ങോട്ട് റോഡിലേക്ക് എത്തി. ഇത്ര ദൂരമേ ഉള്ളൂ ബീച്ചും റോഡൊക്കെ തമ്മിൽ. കണ്ടില്ലേ? രാത്രി ആയതുകൊണ്ട് ഇത്ര അതൊക്കെ കാണുന്നുള്ളൂ. മഴ ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇറങ്ങിയതുമില്ല. ഉണ്ടോ? പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മഴ ഇല്ലെങ്കിൽ ഒന്ന് അവിടേക്കൊന്ന് ഇറങ്ങി നോക്കാമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ മഴയില്ലാത്ത സമയം വരണം. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പിന്നെ ഒന്ന് ലുലു മാൾ വരിക പോകാമെന്ന് പറഞ്ഞ്. ലുലു മാളിൽ പോകാനൊരു കാരണമുണ്ട്. ഞങ്ങൾ 2-3 സ്ഥലത്തുനിന്ന്, എനിക്ക് ഈ ഫോണിൻ്റെ സ്റ്റാൻഡൊന്നുമില്ല കേട്ടോ. അപ്പം ഏതായാലും വീഡിയോ ഒക്കെ എടുക്കുകയാണല്ലോ, അപ്പോൾ ഒരു ട്രൈപോഡ് അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞ് കടകളിൽ കയറിയിരുന്നു. മൈജി അങ്ങനെ 1-2 സ്ഥലത്തൊക്കെ കയറിയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഉയരം കൂട്ടാനുള്ള അങ്ങനത്തെ അതില്ല. അപ്പം കൈ പിടിക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഇവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയും കയറിയത്. പക്ഷേ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഇനി എവിടെയെങ്കിലും വാങ്ങണം. വീഡിയോ ഒന്നും അധികം അല്ലെങ്കിലും അങ്ങനെ ഒരു ട്രൈപോഡ് കിടക്കട്ടെ. മോളെ ബർത്ത്ഡേക്ക് കാശിക്കുട്ടനെ കൂട്ടിയില്ലാന്ന് പറഞ്ഞിട്ട് ഭയങ്കര കച്ചറയാണ് കേട്ടോ. ഗിയമനോട് മിണ്ടണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ്. അങ്ങനെ അവന് വേണ്ടിയാണ് ഞങ്ങൾ വീണ്ടും ഒന്ന് അവനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ അവൻ എന്നെ ട്രോളുന്നുണ്ട് ആ കൂട്ടത്തിൽ. ഒന്ന് കേട്ടാലോ?